ബഹുമാനപ്പെട്ട ശ്രീ ഡോക്ടർ എൻ ജയരാജ്, അങ്ങേക്ക് 5 മിനിറ്റ്. സർ, ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ പിന്താങ്ങുകയും നെക്സ്റ്റ് ബൈബിളിലെ ഒരു വാക്യമുണ്ട്, മുട്ടുവിൻ തുറക്കപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും. യഥാർത്ഥത്തിൽ മുട്ടാതെ തന്നെ തുറക്കേണ്ട വാതിലുകളാണ് നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെന്ന് ഒരു കാലഘട്ടത്തിൽ നേതൃത്വം നൽകിയ SM വിജയാനന്ദ് ആണെന്ന് തോന്നുന്നു പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. വളരെ അർത്ഥവത്തായ വാക്കുകളാണ് സത്യം. കാരണം കേരളത്തിൻ്റെ ഒരുപക്ഷേ ഭൗതികമായ വികസന പ്രവർത്തനങ്ങൾ മറ്റെല്ലാ മേഖലയിൽ നടക്കുമ്പോഴും സാമൂഹ്യ പുരോഗതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയ നടക്കുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളിലും അതോടൊപ്പം ത്രിതല പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട പ്രക്രിയയിലൂടെയാണ്. പക്ഷേ ഈ മേഖലയിൽ ഒട്ടേറെ വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സമയപരിധി കൊണ്ട് അതുകൊണ്ട് ആ കാര്യങ്ങളിലേക്ക് മാത്രമായിട്ട് കിടക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പെർഫോമൻസ് ഓഡിറ്റ് വിഭാഗത്തിൽ നിന്ന് ഈ പുനർവിന്യസിക്കപ്പെട്ട ജീവനക്കാരുടെ പുനർവിന്യാസം ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ളത് പഞ്ചായത്തുകളെ ഫലമേൽപ്പിക്കുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോഴും ആവശ്യത്തിനുള്ള സ്റ്റാഫ് അവർക്കില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പുതിയ ജീവനക്കാർ ഡിപ്ലോയ്മെൻറ്റ് ആ കാര്യത്തിൽ സമയബന്ധിതമായി പൂർത്തീകരിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പം JS പോസ്റ്റ് വരെയുള്ളവരെ പഞ്ചായത്തുകളിലേക്ക് നിയമിച്ചിട്ടുണ്ട്. പക്ഷേ ക്ലറിക്കൽ പോസ്റ്റുകളിലുള്ള ആളുകൾ ഇപ്പോഴും JD-മാരുടെ ഓഫീസുകളിൽ നിന്ന് തുടരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ സാഹചര്യം ഒഴിവാക്കി എത്രയും ഈ പുനർവിന്യാസം എത്രയും വേഗം പൂർത്തീകരിക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സാർ, അതോടൊപ്പം തന്നെയാണ് ഈ കെട്ടിടനിർമ്മാണ തൊഴിലാളി ക്ഷേമത്തിൻ്റെ തുക തിരിച്ചെടുക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഏൽപ്പിച്ചു. അപ്പോൾ ഇതിനകത്തൊരു ചെറിയ പ്രശ്നമുള്ളത് ഈ കേന്ദ്ര നിയമപ്രകാരം അനുസരിച്ചാണ്. അപ്പം നമ്മൾ നേരത്തെ 10 ലക്ഷം വരെയുള്ള കെട്ടിടങ്ങളെ ഒഴിവാക്കി. ഇവിടെ ഒരു പ്രോബ്ലം ഇപ്പോൾ വന്നിരിക്കുന്നത് 100 ചതുരശ്ര മീറ്റർ വരെയുള്ള കെട്ടിടങ്ങൾക്ക് 7050 രൂപയാണ് ഇപ്പോൾ അടയ്ക്കേണ്ടി വരുന്നത്. എന്ന് പറഞ്ഞാൽ 50 ചതുരശ്ര മീറ്റർ വരുമ്പോൾ 3500 രൂപ. സാധാരണഗതിയിൽ ഈ ഒരു വലിയ ഒരു ഭാരം നമ്മുടെ നാട്ടിലെ വളരെ ചെറിയ വീടുകൾ വെക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പഞ്ചായത്തിനകത്ത് കിട്ടുന്നത് ഒരു പേഴ്സൻ്റാകും. അപ്പോൾ ഏറ്റവും ചെറിയ വീടുകളെ ഇക്കാര്യത്തിൽ നിന്ന് ഒഴിവാക്കാൻ കഴിഞ്ഞാൽ അതവർക്ക് സഹായകരമായിരിക്കും. ഈ കാര്യത്തിൽ ഗവൺമെൻറ് ഒരു പുനർപരിശോധനയ്ക്ക് തയ്യാറാകണമെന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. സാർ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ത്രിതല പഞ്ചായത്തുകൾ ഏറ്റെടുത്തിരിക്കുന്ന മറ്റൊരു ദൗത്യമാണ് മാലിന്യ പ്രശ്നം. ഇപ്പോഴും മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ കളക്ട് ചെയ്ത വസ്തുക്കൾ നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് എത്തിക്കാനുള്ള പ്രശ്നം ഇപ്പോഴും സജീവമാകാനായിട്ട് കഴിഞ്ഞിട്ട്. ഇപ്പോൾ ക്ലീൻ കേരള കമ്പനിയെ ഏൽപ്പിച്ചെങ്കിലും ക്ലീൻ കേരള കമ്പനി മറ്റ് സ്ഥാപനങ്ങളെ ഏൽപ്പിക്കുന്നുണ്ട്. പക്ഷേ പ്രായോഗികമായൊരു പ്രശ്നം, ഇപ്പം ഉദാഹരണത്തിന് ബില്ല് പോലും ഇതുവരെ നൽകാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ ഈ ക്ലീൻ കേരള കമ്പനി കുറച്ചുകൂടി ഈ കാര്യത്തിൽ ഒരു കാലോചിതമായ മാറ്റം ഈ രംഗത്ത് ഉണ്ടാകണം. ഒരു നിർദ്ദേശം എനിക്ക് വെക്കാനുള്ളത്, ഇപ്പോൾ MCFകൾ നിർമ്മിക്കാനായിട്ട് പലപ്പോഴും റവന്യൂ ഭൂമി കിട്ടാനില്ല, പഞ്ചായത്തുകൾക്ക് ഭൂമിയില്ല. അപ്പോൾ നേരത്തെ ഞാൻ ഒരിക്കൽ നിയമസഭയിൽ സൂചിപ്പിച്ചൊരു കാര്യമാണ്, പഞ്ചായത്തുകൾക്ക് ലീസിൽ സ്ഥലം സ്വകാര്യ വ്യക്തികളിൽ നിന്ന് ഏറ്റെടുത്ത് MCFകൾ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു നടപടി സ്വീകരിച്ചാൽ കൊള്ളാം. പക്ഷേ അതിനകത്ത് ചെറിയ പ്രശ്നം, ഈ റവന്യൂ ഭൂമി യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ മറ്റ് കാര്യങ്ങൾ കൊടുക്കാമെങ്കിലും സ്വകാര്യ ഭൂമി സർക്കാരിന് ഏറ്റെടുക്കുന്നതിന് ചില നിയമപരമായ തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങൾ മാറ്റാൻ ഉള്ള ശ്രമം ഉണ്ടാകണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ നമ്മുടെ ഇപ്പം സ്മാർട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അത് സ്മാർട്ട് ഇപ്പം നഗരങ്ങളിലൊക്കെ തന്നെ പരീക്ഷിച്ചെങ്കിലും പഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ ആ കാര്യത്തിൽ എന്തെങ്കിലും തകരാറുകളുണ്ടെങ്കിൽ ആ കാര്യം അത് ഒന്ന് പുനർപരിശോധിക്കേണ്ടത്, അല്ലെങ്കിൽ അത് കുറേ കൂടി കാര്യക്ഷമമാക്കണം. ഏറ്റവും രസകരമായ കാര്യം, ഡിജിറ്റലൈസേഷൻ എത്തിയെങ്കിലും സ്വാഗതാർഹമാണ്. പക്ഷേ പല ബില്ലുകളും ഇപ്പോൾ നിലവിൽ ഓൺലൈൻ സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് കൂടി നൽകണമെന്ന് പറയും. അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഇത് ഓൺലൈനിൽ നിർത്തുന്നത് പേപ്പർ ഇല്ലാതാക്കാനാണ്. പക്ഷേ വീണ്ടും പേപ്പറും രണ്ടും കൂടെ ചെയ്യുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത് അതൊരിക്കലും തന്നെ ആശ്വാസ്യമായ കാര്യമല്ല. കാര്യത്തിൽ ഒരു ഗൗരവമായ പരിഗണന ഉണ്ടാകണം. അസറ്റ് രജിസ്റ്ററുകൾ എല്ലാ പഞ്ചായത്തുകളും ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു. പക്ഷേ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സോ, എക്സൈസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി, നമ്മളിപ്പോൾ ഈ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ബോധവൽക്കരണ പരിപാടിയൊക്കെ ഉണ്ട് കുട്ടികൾക്കുൾപ്പെടെ. പക്ഷേ അവിടെയെല്ലാം എക്സൈസിലെ നിയമങ്ങൾ ഉൾപ്പെടെയാണ് പഠിപ്പിക്കുന്നത്. ഇതുണ്ടാക്കുന്ന ശാരീരികമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു അവബോധം കാര്യമായി നൽകുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം. ആ കാര്യത്തിൽ
ഒരു പുനർചിന്തന ഈ കാര്യത്തിൽ ഉണ്ടാകണം. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വിലയിടിവ് തടയാൻ തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ നമുക്ക് വൈൻ ഉണ്ടാക്കാൻ വേണ്ടി ജാതി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കൊണ്ട് വൈൻ ഉണ്ടാക്കാൻ കാര്യം ഗവൺമെൻറ് പരിശോധിക്കണം എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഒറ്റ വാക്കുകൂടി ഏറ്റവും കൂടുതൽ എക്സൈസ് കേസുകൾ എടുക്കുന്നത് കാരണം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ചങ്ങനാശ്ശേരി റേഞ്ച്. പക്ഷേ ചങ്ങനാശ്ശേരി റേഞ്ചിൻ്റെ പരിധി വളരെ കൂടുതലാണ്. അതുകൊണ്ട് ചങ്ങനാശ്ശേരി റേഞ്ചിനെ ഡിവൈഡ് ചെയ്ത് കറുകച്ചാൽ കേന്ദ്രമാക്കിക്കൊണ്ട് റേഞ്ച് ഓഫീസ് കൂടി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തനങ്ങളെ വളരെ കാര്യക്ഷമമായി മുമ്പോട്ട് കൊണ്ടുവന്ന് ഗവൺമെൻറ്റിനെ അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.